ഇനി അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ഖുർആനിൽ നിന്ന് ഞങ്ങൾക്ക് ചില വചനങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഖുർആനിന്റെ നിഷേധികളാണോ ഈ മൊയ്ലിയാന്മാര് എന്ന് നിങ്ങൾ ചിന്തിക്കുക. മോനെ അതൊന്ന് കേൾപ്പിക്ക്. അള്ളാഹു കാത് തന്നോലൊക്കെ ഒന്ന് കേട്ടോളി. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെ ഹൃദയത്തിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ലേ? എന്നാലും ഈമാൻ ഇല്ല, തൊപ്പിയുള്ളൂ. ഇപ്പൊ പറഞ്ഞ മുഴുവൻ ഇസ്ലാമിനെ പൊളിച്ചടക്കി ഒരു ജൂതന് സ്വഭാവം ഉണ്ടാവില്ല, ഒരു ക്രിസ്ത്യാനിക്ക് ഇത് ഉണ്ടാവില്ല, ഒരു നിരീശ്വരവാദിക്ക് പോലും ഈ പദം ഉണ്ടാവില്ല. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ദുനിയാവിൽ എന്തൊക്കെ ഖൈറ് ഉണ്ടോ അത് CM വലിയുള്ളയാണ് നമുക്ക് തരുന്നത്. അപ്പൊ അള്ളാന്റെ സ്ഥാനം എവിടെ ഇയാളുടെ മനസ്സിൽ? ചിന്തിച്ചോളിട്ടോ. മുജാഹിദ് പ്രസ്ഥാനം എന്തോ ഭയങ്കര വിധി പ്രസ്ഥാനമാണെന്നാണ് നിങ്ങളുടെ ഉസ്താദുമാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? വീണ്ടും കേട്ടോ. ദുനിയാവിൽ എന്ത് ഖൈറ് നമുക്ക്, നമ്മളെ അടുത്ത് ഒന്നുമില്ല, എന്ത് നമുക്കുണ്ടോ അത് CM വലിയുള്ള തന്ന്. ആഖിറത്തിലും നമ്മുടെ രക്ഷ CM വലിയുള്ളയാണ്, ദുനിയാവിലും CM വലിയുള്ളയാണ്. എന്ത് ഖൈറുണ്ടോ അതൊക്കെ. ഇനി ഞാൻ നിങ്ങളെ 2 ഖുർആനിക വചനത്തിലേക്ക് ക്ഷണിക്കാം. മുജാഹിദ് ബാലുശ്ശേരി ഖുർആൻ ഇറക്കിയിട്ടില്ല, നിങ്ങൾക്കറിയാലോ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 286 വചനം ഉണ്ട് അതിൽ. എത്ര? 286 വചനം. ആ അധ്യായത്തിൽ നിന്ന് ഒരു വചനം 201, 202, 203, 204 നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞത്. നമ്മൾ കഅബത്ത് പാറുണ്ട്, സുന്നിയും പാറുണ്ട്, മുജാഹിദും പാറുണ്ട്, തബ്ലീഗും പാറുണ്ട്, ജമാഅത്തും പാറുണ്ട്, NDF-ഉം പാറുണ്ട്, എല്ലാവരും പാറുണ്ട്. ഹിജ്രി ഇസ്മായിലിന്റെ അടുത്തുനിന്ന് അജുറുൽ അസ്വദ് വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് മൊയ്ലിയാർ പൊളിച്ചടക്കി. ആ പ്രാർത്ഥന ഇസ്ലാം അല്ല എന്നാണ് മൊയ്ലിയാർ പറയുന്നത്. ഏതാ പ്രാർത്ഥന? റബ്ബനാ, ഒന്നർത്ഥം വെച്ചോളിട്ടോ, കൂടെ എല്ലാവർക്കും അറിയാവുന്ന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് നൽകണേ, ആഖിറത്തിലും നല്ലത് നൽകണേ അല്ലാഹ്. ശരിക്കും ഇവര് പറഞ്ഞ പ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്. CM വലിയുള്ള ദുനിയാവിൽ ഖൈറ് തരണേ, ആഖിറത്തിലും ഖൈറ് തരണേ. കാരണം മൊയ്ലിയാരെ വാദപ്രകാരം എന്താ? ദുനിയാവിൽ എല്ലാ ഖൈറും തരുന്നത് CM വലിയുള്ള. ഇനി ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, ഇനി അള്ളാഹ്ക്കുള്ള സ്ഥാനങ്ങളെ മനസ്സിലെന്താ? എന്റെ ചോദ്യമാണ്. എല്ലാ ഖൈറും CM വലിയുള്ളയാണ് തരുന്നെങ്കിൽ പടച്ചോന് പിന്നെ എന്ത് പുല്ല് വില ഞങ്ങൾ കൽപ്പിച്ച്? നൂഹ് നബി ചോദിച്ച ചോദ്യം കേട്ടോ, മാലക്കുല്ലാത്തർജുനലില്ലാഹി വക്കാറാൻ. അള്ളാഹ്ക്ക് എന്താടോ നിങ്ങളൊരു വക്കാറത്ത് കാണാത്തത്? ചിന്തിക്ക്, ആലോചിക്കും.